നമ്മുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബബിതയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഭ്രാന്ത് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ബബിതയുടെ ഫോണും കയ്യിൽ നിന്ന് തറയിൽ വീണ് പൊട്ടി എല്ലാ ഒരു ടെൻഷനും കൊണ്ടായിട്ട് നമ്മളെ ബബിതയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമ്മളെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയും ടെൻഷനായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇത് എവിടെ പോയിട്ട് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളെ ബബിത പറയുന്നത്, ഞാനല്ലേ അമ്മയടുത്ത് പറഞ്ഞിട്ട് പോയത്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ് പോയെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എങ്ങനെ നടന്ന് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വൈദ്യുതി ചോദിക്കുന്നത്, നിനക്കിതെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, കണ്ടില്ലേ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ, എൻ്റെ ഫോണാണെങ്കിൽ പൊട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ബബിത കയറി അകത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ രോഹിത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നത്, ഏട്ടൻ്റെ ഫോണൊന്ന് തരുമോ, എനിക്കൊരു കോൾ വിളിക്കാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ രോഹിത് ചോദിക്കുന്നുണ്ട്, അതെന്താ നിൻ്റെ ഫോൺ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് എൻ്റെ ഫോണാണെങ്കിൽ കംപ്ലയിൻ്റ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ രോഹിത് പറയുന്നുണ്ട്, അപ്പം നിനക്കത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബബിത കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഫോൺ എന്താ, എനിക്കൊരു കോൾ വിളിക്കാനെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ രോഹിത് പറയുന്നുണ്ട്, എന്നാൽ ശരി നീ നിൻ്റെ ഫോണിന് നമ്പർ പറ, ഞാനാണെങ്കിൽ വിളിച്ചു തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ബബിത ആണെങ്കിൽ കൊടുക്കത്തില്ല കേട്ടോ. ബബിത പറയും, വേണ്ട ഇങ്ങ് താ, ഞാൻ വിളിച്ചിട്ട് കൊണ്ട് തരാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ രോഹിത് പറയും, നീ നമ്പർ താ, ഞാൻ വിളിച്ചു തരാമെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ബബിത ആണെങ്കിൽ ദേഷിച്ച്, എനിക്ക് ഫോണും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷിച്ചങ്ങ് അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബബിത ആണെങ്കിൽ റൂമിൽ പോയിരുന്നിട്ട് ആകെ പ്രാന്തരാണ്, എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരി എറിഞ്ഞിട്ട് ആകെ വരുന്ന ഇങ്ങനെ കരയൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും ഫോൺ എടുത്തൊക്കെ ഇങ്ങനെ വിളിച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ഫോണിന് കോളും കാര്യങ്ങളൊന്നും പോകുന്നതൊന്നുമില്ല. അങ്ങനെ ആകെ ഒരു ടെൻഷനായിട്ടൊക്കെ ബബിത ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബബിത ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവനെ ഞാൻ വെറുതെ വിടത്തില്ല, അവനെ ഞാൻ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബബിത ചിന്തിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ അവർ തമ്മിൽ എല്ലാ അർത്ഥത്തിലും അവരൊരു റൂമിലൊക്കെ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബബിതയ്ക്കാണെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആയി പോകുമെന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ബബിതയുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ കൃഷ്ണമോളും ബാലേന്ദ്രനോട് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളടുത്ത്, അല്ല മോളെ, ഞാനാണെങ്കിൽ ബബിതയെ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അവൾക്ക് ഇതെന്താ പറ്റിയത്, അവളാണെങ്കിൽ അങ്ങനെ റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ കൃഷ്ണമോളും പറയുന്നുണ്ട്, ആ അച്ഛാ എനിക്കും ഇതെനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തോന്നിയിട്ട് ഞാനും ചേച്ചിയെടുത്ത് ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ ഞാൻ ചോദിച്ചെന്നൊക്കെ കൃഷ്ണമോളും പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അച്ഛാ ഇങ്ങനെ മതിലും നോക്കി ഇരിക്കും, അല്ലാതെ വേറെ ഒരു മറുപടിയും കാര്യങ്ങളൊക്കെ പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബബിത ആണെങ്കിൽ പിന്നെ കാണിക്കുന്ന, ബബിത ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ബബിത ആണെങ്കിൽ പഴയ അമലുമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന ചേച്ചി അന്നേ പറഞ്ഞതാ, ഇവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്നൊക്കെ പറഞ്ഞതാ, ഞാനത് കേൾക്കാതെ ഞാൻ ഈ ചെയ്തതാണ്, മനുവേട്ടനുമൊക്കെ ഇത്രയും വട്ടം പറഞ്ഞതാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബബിത ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഇങ്ങനെ ഇടയ്ക്ക് അമലിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ അമലിൻ്റെ കൂട്ടുകാരാണെങ്കിലും ബബിത ഇങ്ങനെ കമൻറ്റൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഇത്രയും കാണാൻ സുന്ദരിയായിരുന്നു, ഇവൾ ഇത്രയും സുന്ദരിയായിരുന്നു നമ്മൾ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബബിത കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബബിത ആണെങ്കിൽ അമലിൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബബിത കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ബബിതയ്ക്ക് മനസ്സിലായി, അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം അവർ ആ റൂമിലുള്ള ആ ഒരു എടുത്ത ടൈമിൽ ആ വീഡിയോയും കാര്യങ്ങളും ഇവൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളെ ബബിതയ്ക്ക് മനസ്സിലായിട്ട്. അപ്പോൾ ഇതെല്ലാം ചോദിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ബബിതയാണെങ്കിൽ അമലിനെ അന്വേഷിച്ച് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബബിത ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക റൂമിൽ കേട്ടോ. അങ്ങനെ ആലോചിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ അലീന ചേച്ചി അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം പിന്നെയും ചിന്തിക്കുന്നു, വേണ്ട ഇനി അലീന ചേച്ചി ഒന്നാമത് ഇവിടുന്ന് സമാധാനവും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി അലീന ചേച്ചി ഇവിടുന്ന് പോയത്, ഇനിയിപ്പോൾ വീണ്ടും എൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അലീന ചേച്ചി ഇനി വീണ്ടും ഇങ്ങോട്ട് വരുത്തിക്കേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ഇനി എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ ജീവിതം നശിച്ചു പോയി, ഞാനാണെങ്കിൽ മൊത്തത്തിൽ നശിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇരുന്ന് ആലോചിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മളെ ബബിത ആണെങ്കിൽ എല്ലാവരും സമനില തെറ്റിയ സമയത്താണെങ്കിൽ ബബിത ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബബിത ആണെങ്കിൽ ആ ഒരു കടുങ്കയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ബബിത ആണെങ്കിൽ സീരിയസ് ആയിട്ട് ബബിതയെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര കുടിച്ച് ഫിറ്റായൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ കൃഷ്ണമോൾ എന്നിട്ട് അങ്ങനെ കഥയൊക്കെ തുറന്നു കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃഷ്ണമ്മക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തല്ലേ ഡോക്ടർ പറഞ്ഞത് കള്ള് കുടിക്കരുതെന്ന്, അച്ഛൻ എന്താ ഞങ്ങളെ മക്കളെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കാത്ത, അച്ഛനാണെങ്കിൽ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അച്ഛൻ എന്തിനാ അമ്മയുടെ കാര്യം മാത്രം ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃഷ്ണമോൾ കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃഷ്ണമോളെ കരച്ചിലാകുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ അമ്മയുടെ കാര്യം വിട്ടേക്ക്, അച്ഛൻ അമ്മയുടെ കാര്യം ഒന്നും ആലോചിക്കേണ്ട, മക്കളെക്കുറിച്ച് മാത്രം അച്ഛൻ ആലോചിക്കും, ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്നതല്ലേ അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിച്ച് അച്ഛൻ നശിക്കുന്നത്, ഞങ്ങൾക്ക് അച്ഛനെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളെ മാത്രം അച്ഛൻ ആലോചിച്ചിട്ട് കാര്യമില്ല, അലീന ചേച്ചിയുടെ കാര്യം കൂടെ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സമയത്ത് അലീന ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അച്ഛനല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൃഷ്ണമോളാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മൾ ബാലേന്ദ്രനും ആണെങ്കിലും സങ്കടം വരുന്നുണ്ട്. നമ്മൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾ 4 മക്കൾക്കും അച്ഛൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ അമ്മയുടെ കാര്യം അങ്ങ് വിട്ടേക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാലേന്ദ്രനെ ചിന്തിക്കുന്നുണ്ട്, ആ ശരി, അങ്ങനെ ഒരു ആളിവിടെ ഇല്ലെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചാൽ മതിയല്ലോ, ഞാൻ എന്തിനാ കുടിച്ച് നശിക്കുന്നതെന്നൊക്കെ നമ്മൾ ബാലേന്ദ്രനും മനസ്സിലിങ്ങനെ ചിന്ത വരുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിൽ ആ ഒരു വലിയ സത്യമൊക്കെ നമ്മൾ കൃഷ്ണമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇനി ഞാൻ മേലെ കുടിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ബാലേന്ദ്രനാണ്
ആണെങ്കിൽ കൃഷ്ണമോളത്. അപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിൽ നല്ല സന്തോഷമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബബിത ആണെങ്കിൽ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അലീനയാണെങ്കിൽ ഈ വിവരങ്ങളും ഒന്നും നമ്മൾ അലീന അറിയില്ല. കാര്യം നമ്മൾ അലീനാണെങ്കിൽ പപ്പ അടുത്തുള്ള വാശിയിലാണെങ്കിൽ ഇങ്ങനെ നിരാഹാരമൊക്കെ കിടക്കുമല്ലേ. അപ്പോൾ ആരുമായിട്ടൊരു കോൺടാക്റ്റും കാര്യങ്ങളും ഇല്ലാതെ നമ്മൾ അലീനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ അലീന എന്തായാലും ബബിതയുടെ ഈ ഒരു അവസ്ഥയൊക്കെ അറിയുന്നുണ്ട്. ബബിത ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആയിട്ടൊക്കെ ബബിത ഹോസ്പിറ്റലാണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ അറിയുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളെ മനുവിന്. അപ്പം മനു ആണെങ്കിൽ ഇപ്പം അലീന ആ ഒരു പഴയ വിളിയും കാര്യങ്ങളും ഒന്നും ഇല്ല, എൻ്റെ അടുത്ത് വലുതായിട്ടുള്ള സംസാരമില്ല. പപ്പയുടെ കൂടെ പോയതിന് ശേഷം ഇപ്പോൾ കൂടുതലും നമ്മൾ ആ സ്റ്റാൻലി ആയിട്ടുള്ള ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ ആയിട്ട് അലീന പോകുന്നതുകൊണ്ട് മനുവായിട്ടുള്ള ഒരു കോൺടാക്റ്റും ഒന്നും ഇപ്പോൾ നമ്മൾ അലീന വലുതായിട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ മനുവിനാണെങ്കിൽ ഒരു ടെൻഷനുണ്ട്, ഇനി അലീനെ എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ നമ്മളെ മനുവിനും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡുകളാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.